അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏതോ ഒരു മനുഷ്യൻ, അതായത് ആരാണെന്ന് അറിയില്ല, അങ്ങനെ ഒരാൾ വിട്ട അമ്പ് കൊണ്ട് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ മൻ അതാഹു സഹ്മുൻ ഖർബുൻ ഫഖതലഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഉമ്മ അർ-റുബാഅ് ബിൻത് അൽ-ബറാഅ് ഹാരിസ ബിൻ സുറാഖയുടെ ഉമ്മയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അവർ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാരിസയെ പറ്റി എന്നോട് പറയൂ. ഹാരിസ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതായത് രക്തസാക്ഷിയായിരിക്കുന്നു. ബദർ യുദ്ധത്തിൻ്റെ ദിവസമാണ് അത് സംഭവിച്ചത്. ആരോ എയ്ത ഒരു അമ്പാണ്, ആരാണെന്ന് പോലും അറിയില്ല, അതുകൊണ്ടാണ് അവൻ മരിച്ചത്. അവർ കൂട്ടിച്ചേർക്കുന്നു, അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കും, അല്ലെങ്കിൽ ഞാൻ അവന് വേണ്ടി ഭയങ്കരമായി കരയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഹാരിസയുടെ ഉമ്മ, സ്വർഗത്തിൽ തോപ്പുകളുണ്ട്, പക്ഷെ നിൻ്റെ പുത്രന് ഫിർദൗസുൽ അഅല, ഏറ്റവും ഉന്നതമായ ഒരു സ്വർഗമാണ് കിട്ടിയിരിക്കുന്നത്, അതായത് സ്വർഗത്തിലെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞു. ഹദ്ദസനാ അനസ് ഇബ്നു മാലിക് ഇന്ന ഉമ്മ റുബൈഇ ബിൻതുൽ ബറാഇ വഹിയ ഉമ്മു ഹാരിസ ഇബ്നു സുറാഖത അതത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത് യാ നബിയല്ലാഹ് ഇലാ തുഹദ്ദിസുനി അൻ ഹാരിസത വകാന ഖുതില യൗമ ബദ്രിൻ അസാബഹു സഹ്മുൻ ഖർബുൻ ഫഇൻ കാന ഫിൽ ജന്നതി സബിർതു വഇൻ കാന ഗൈറ ذلك اجتهدت عليه في البكاء قال يا أم حارثة إنها جنان في الجنة وإن ابنك أصاب الفردوس الأعلى. അള്ളാഹുവിൻ്റെ വാക്ക്, അതായത് അള്ളാഹുവിൻ്റെ മതം, ഇസ്ലാമിക ഏകദൈവ വിശ്വാസം, അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്താൽ അതിൻ്റെ മഹത്വം. മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ. അബൂ മൂസ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യൻ യുദ്ധം മുതൽ ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു, മറ്റൊരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നു, മൂന്നാമൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊങ്ങച്ചത്തിനായി യുദ്ധം ചെയ്യുന്നു. ഇതിൽ ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ കലിമ, അതല്ലെങ്കിൽ ഇസ്ലാമിക ഏകദൈവ വിശ്വാസവും അള്ളാഹുവിൻ്റെ മതവും പ്രചരിപ്പിക്കുന്നതിന്, അതല്ലെങ്കിൽ അത് ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാകുന്നു ഏറ്റവും മഹത്വമുള്ളത്, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ. അൻ അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അർ-റജുലു യുഖാതിലു ലിമാനമി വർ-റജുലു യുഖാതിലു ലിദ്ദിക്രി വർ-റജുലു യുഖാതിലു ലിയുറാ മകാനുഹു ഫമൻ ഫീ സബീലില്ലാഹ് ഖാല മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാലിൽ മണ്ണ് ആവുന്നവൻ്റെ മഹത്വം, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്ന് നടന്നു, കാലിലൊരിച്ചിരി പൊടിയായി, അതിനു പോലും അതിഭയങ്കരമായ സ്ഥാനമുണ്ട്. മനി ബറത്ത് ഖദമാഹ ഫീ സബീലില്ലാഹ്. അള്ളാഹു തആലയുടെ വചനം അവർക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റുകയില്ല, അതായത് അൽമദീനവാസികൾക്കും നാട്ടുംപുറത്തുകാർക്കും, അത് മദീനയ്ക്ക് പുറത്തുള്ളവർക്കും അള്ളാഹുവിൻ്റെ റസൂൽ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ആയത്ത് അങ്ങനെ തുടർന്നു, തീർച്ചയായും അള്ളാഹു അൽ മുഹ്സിനൂൻ, അതായത് ഇഹ്സാൻ, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നവർ, അതായത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവർ, അവരുടെ പ്രവൃത്തികളൊന്നും വെറുതെ ആക്കാറില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആമീൻ. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഖൗലില്ലാഹി തആല മാ കാന ലി അഹ്ലിൽ മദീനതി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി ഇലാ ഖൗലിഹി ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. അത്തൗബ 120. ഇത് 9-ാമത്തെ സൂറത്ത് 120-ാമത്തെ ആയത്ത്. അബൂ അബ്സ് വിശദീകരിക്കുന്നു, അതായത് അബ്ദുറഹ്മാൻ ബിൻ ജാബിർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലുടെയും കാലുകൾ, രണ്ട് കാലുകളും മണ്ണായാൽ അല്ലെങ്കിൽ പൊടിയായാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്തതുകൊണ്ട്, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൊന്നും നടന്ന് കാലിൽ അല്പം പൊടിയെങ്കിലും പറ്റിയാൽ അവനെ നരകത്തീ തൊടുകയില്ല. അഖ്ബർനി അബൂ അബ്സിൻ ഹുവ അബ്ദുറഹ്മാൻ ബിൻ ജബരിൻ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല
മാ അഖ്ബർത ഖദമാ അബ്ദിൻ ഫി സബീലില്ലാഹി ഫതമസ്സഹുന്നാർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളുടെ തലയിൽ മണ്ണ് വീണു അല്ലെങ്കിൽ പൊടി വീണു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുമ്പോഴോ യുദ്ധം ചെയ്യുമ്പോഴോ ഒക്കെ അത് നീക്കം ചെയ്യുന്നത്. മസ്ഹിൽ ഗുബാരി അനിർ റഅസി ഫി സബീലില്ലാ. ഇക്രിമ വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട് അലി ഇബ്നു അബ്ദുല്ലായോട് അബൂ സഈദിൻ്റെ അടുത്തേക്ക് പോകാനും അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് ഹദീസുകൾ കേൾക്കാനും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പോയി കണ്ടു അബൂ സഈദിനെ. അദ്ദേഹത്തിൻ്റെ സഹോദരനും തോട്ടം നനയ്ക്കുകയായിരുന്നു, അവരുടെ സ്വന്തം തോട്ടമായിരുന്നു. അവരെ കണ്ടപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വന്നു, എന്നിട്ട് ഇരുന്നു, കാലുകൾ പൊക്കി വെച്ചു, എന്നിട്ട് തുണി കൊണ്ട് മൂടിയിട്ടു. അത് മടങ്ങിയിരുന്നു, ഈ തറയിലിരുന്നിട്ട് കാല് മുഴുവൻ മൂടി വെച്ചു എന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ഊഹിക്കാം, അല്ലാഹു ആലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി പണിത സമയത്ത് ഞങ്ങൾ പള്ളി പണിയാനുള്ള കല്ലുകൾ ചുമന്നുകൊണ്ട് പോയി. ഞങ്ങളെല്ലാവരും ഓരോ കല്ലുകളായിരുന്നു ഓരോ സമയം ചുമന്നിരുന്നത്. അമ്മാർ ആ സമയത്ത് 2 കല്ല് ചുമക്കുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പോയപ്പോൾ അമ്മാറിൻ്റെ തലയിൽ മണ്ണിരിക്കുന്നത് കണ്ടു. അദ്ദേഹം അത് തൂത്ത് കളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു കരുണ കാണിക്കട്ടെ അമ്മാറിനോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ ആർക്ക് വേണ്ടെങ്കിലൊക്കെ അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഷഹീദാവുമായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ കരുണ എന്ന് പറയുന്നത് ഷഹാദത്താണ്. അങ്ങനെ ഒരു കൂട്ടം അക്രമകാരികളായ ആളുകൾ അദ്ദേഹത്തിനെ കൊന്നു. അമ്മാർ അവരെ, ആ അക്രമികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുകയായിരുന്നു. അതായത് വരൂ, അള്ളാഹുവിനെ അനുസരിക്കൂ, സ്വർഗത്തിൽ പോകാം എന്ന്. പക്ഷേ അവർ, ആ അക്രമകാരികൾ അദ്ദേഹത്തിനെ നരകത്തിലേക്ക് വിളിക്കുകയായിരുന്നു. ഇത് നമ്മൾ 447 ഹദീസിൽ കണ്ടതാണ്. അൻ ഇക്രിമത്തി അന്ന ഇബ്നു അബ്ബാസ ഖാല ലഹു വലി അലി ഇബ്നു അബ്ദുല്ലാഹി യഅതീന അബാ സഈദിൻ ഫഅസ്മാഹ മിൻ ഹദീസിഹി ഫഅതിയ വഹുവ വഅഖൂഹു ഫി ഹായിത്തിൽ ലഹുമാ യസ്ഖീനിഹി ഫലമ്മ أنا جاء فاحتبى وجلس فقال كنا ننقلي لبن المسجد لبنة وكان عمار ينقل لبنتين فمر به النبي صلى الله عليه وسلم ومسح عن رأسه الغبار وقال ويح عمار تقتلوا الفئة الباقية عمار يدعوهم إلى الله ويدعونه إلى النار. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന് ശേഷം മേത്ത് ചെളിയും മണ്ണും പൊടിയും ഒക്കെ ആയി എന്നിട്ട് കുളിക്കുന്നത്. അൽ ഗസ്ലി ബഅദൽ ഹർബി വൽ ഗുബാരി. അപ്പോൾ ഈ തൂത്ത് കളയുക, കുളിക്കുക, ഇതൊക്കെ അനുവദനീയമാണ്. പക്ഷെ മണ്ണ് പറ്റുക എന്നേ ഉള്ളൂ. മണ്ണ് പറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള കൂലി തരും. ആയിഷ റളിയല്ലാഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖന്ദഖ്, അതായത് കിടങ്ങ് യുദ്ധത്തിൻ്റെ അന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ താഴെ വെച്ചു, എന്നിട്ട് അദ്ദേഹം കുളിച്ചു. അപ്പോൾ ജിബ്രീൽ അങ്ങോട്ട് വന്നു. ജിബ്രീലിൻ്റെ തലയിൽ നിറച്ച് മണ്ണായിരുന്നു, മണ്ണും പൊടിയൊക്കെ ആയിരിക്കുമായിരുന്നു മേത്ത്. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ആയുധങ്ങൾ താഴെ വെച്ചോ? അള്ളാഹുവാണ്, ഞാനിതുവരെ ആയുധങ്ങൾ താഴെ വെച്ചിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഖന്ദഖ് യുദ്ധത്തിലും മലക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ അവരുണ്ടായിരുന്നു, സഹായിക്കുന്നുണ്ടായിരുന്നു, അതല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ തലയിൽ മണ്ണുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആയുധം താഴെ വയ്ക്കാനുള്ള ഉത്തരവ് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആയുധം പോലും താഴെ വയ്ക്കാതെ നിൽക്കുകയും റസൂൽ ആയുധം താഴെ വെച്ച് കുളിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയും ചെയ്തതായിട്ടാണ് നമ്മളിതിൽ കാണുന്നത്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങോട്ടാ പോകേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഈ വഴിയിലൂടെ, അതായത് ബനി ഖുറൈദയുടെ അടുത്തേക്കുള്ള വഴിയാണ് കാണിച്ചത്, ആ ഗോത്രത്തിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് പോയി. അപ്പോൾ കഴുകലൊക്കെ നല്ലതാണ്. ബദറിൽ മാത്രം മലക്കുകൾ ഇറങ്ങി എന്നേ അറിയാവുള്ളൂ. പക്ഷേ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഖന്ദഖിലും മലക്കുകൾ ഇറങ്ങി. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم لما رجع يوم الخندق ووضع السلاح واغتسل فأتاه جبريل وقد أصاب رأسه الغبار فقال وضعت السلاح فوالله ما وضعته. فقال رسول الله صلى الله عليه وسلم فأين؟ قال ها هنا وأومأ إلى بني قريظة قالت فخرج إليهم رسول الله صلى الله عليه وسلم. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മേത്ത് പൊടി പറ്റിയാൽ അത് തൂത്ത് കളയാതെയും ഇരിക്കാം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. റസൂല് കുളിച്ചതായിട്ടും കാണുന്നു. റസൂല് തന്നെ അമ്മാറിൻ്റെ തലയിൽ നിന്ന് പൊടി തൂത്ത് കളഞ്ഞതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ കുളിക്കുകയോ കഴുകുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
അള്ളാഹു അസ്സവജലിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ വഹിയുകൾ വെളിവാക്കപ്പെടലുകൾ അനുസരിക്കുന്ന മനുഷ്യരുടെ മഹത്വം. ഫദ്ലി ഖൗലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി അങ്ങനെ ചിന്തിക്കരുത്. ഇല്ല, അവർ തീർച്ചയായും ജീവിച്ചിരിക്കുന്നു അവരുടെ രക്ഷിതാവിനോടൊപ്പം. അവർക്ക് ആഹാരം കിട്ടുന്നുണ്ട്. അള്ളാഹു അവർക്ക് എന്തൊക്കെയാണോ കൊടുത്തത് അവൻ്റെ അധികാരത്തിലുള്ളതിൽ നിന്ന് അതിൽ അവർ സന്തോഷിക്കുന്നു. ആ മാർഗത്തിൽ ഇതുവരെ ചേർക്കപ്പെടാത്തവരെക്കുറിച്ചും സന്തോഷിച്ചുകൊള്ളുക. അതായത് ഇനി ഷഹീദാവാൻ പോകുന്നവരെ പറ്റിയിട്ടും. പക്ഷെ അവർ ഭൂമിയിലാണ് ഇപ്പോഴും, ഇതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ രക്തസാക്ഷിയായിട്ടില്ല. കാരണം അവരുടെ മേലിൽ ഭയം ഉണ്ടാവുകയില്ല, അവരെ പറ്റി പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ കാര്യത്തിലൊക്കെ തീരുമാനമായതാണ്. രക്തസാക്ഷിത്വവും സ്വർഗവും ഉറപ്പായവർ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അവർ സങ്കടപ്പെടുകയില്ല, അവർ ദുഃഖിക്കുകയില്ല. അവർ അത്യധികം സന്തോഷം ഉള്ളവരായിരിക്കും, മഹത്വവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടുന്നത് കൊണ്ട്. അള്ളാഹു വിശ്വാസികളുടെ പ്രതിഫലങ്ങൾ തടയുകയില്ല അല്ലെങ്കിൽ വെറുതെ ആക്കുകയില്ല. മൂന്നാമത്തെ സൂറത്ത് 169, 170, 171 ആയത്തുകൾ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. ആല ഇംറാൻ 169, 170, 171. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, 30 ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, ബിർ മൗനായെ കൊന്നവരെ നശിപ്പിക്കണേ എന്ന്. അവരുടെ മേലുള്ള സർവനാശവും അദ്ദേഹം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ദുആ ചെയ്തു അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. റിയൽ എന്ന് പറയുന്ന ഗോത്രത്തിനെ മൊത്തം, ദഹ്വാൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിനെയും ഉസയ്യ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിനെയും. കാരണം അവർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിച്ചില്ല. ബിർ മൗനായിൽ കൊല്ലപ്പെട്ടവർ, അതായത് ഒരു യുദ്ധമായിരിക്കും അല്ലെങ്കിൽ സ്ഥലമായിരിക്കും, അതിൽ കൊല്ലപ്പെട്ടവരെ പറ്റിയിട്ട് ആയത്ത് ഇറങ്ങി, ഖുർആനിയ വചനം. ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഓതാറുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് ക്യാൻസലായി. മൻസൂഖ്, നസിഖ് എന്നൊക്കെ പറയും. അത് ഖുർആൻ്റെ കുറച്ച് ആയത്തുകൾ നമ്മൾ ഇതിന് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ഇറങ്ങിയിട്ട് പിന്നീട് അത് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. പിന്നീട് അതിനെ തിരിച്ചെടുത്തു. അപ്പോൾ പൂർണ്ണമായ ഖുർആൻ, റസൂല് മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ പൂർണ്ണമായപ്പോൾ അത് അതിലില്ല. അതിൽ സംശയവും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം റസൂല് തന്നെ വന്നു എന്ന് പറയുകയും റസൂല് തന്നെ അത് ക്യാൻസലായി എന്ന് പറയുകയും എന്നിട്ട് റസൂലിൻ്റെ കാലത്ത് തന്നെ പൂർണ്ണമായ ഖുർആൻ വിട്ടിട്ട് പോവുകയും ചെയ്തതാണ്. അപ്പോൾ അതിൽ സംശയം ഇല്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ആ ആയത്ത് ഇതായിരുന്നു, ഞങ്ങളുടെ ആളുകളോട് പറയണം ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ കണ്ടു എന്ന്. അപ്പോൾ ഇത് മരിച്ചു പോയവർ അവിടെ നിന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്ന പോലെ, അവൻ ഞങ്ങളോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ അവനോട് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലല്ലദീന ഖതലു അസ്ഹാബ ബിഇരി മഊനത 30 ഗദാതൻ അലാ റയലി വ ദക്വാന وعصية عصت الله ورسوله قال أنس أنزل في الذي قتلوا بئر معونة قرآن فرآنه ثم نسخ بعد بلغوا قومنا أن قد لقينا ربنا فرضي عنا ورضينا عنه. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് ആളുകൾ കള്ള് കുടിച്ചു, അല്ലെങ്കിൽ കള്ള് പോലത്തെ എന്തോ ദ്രാവകങ്ങൾ. ഉഹുദ് യുദ്ധത്തിൻ്റെ ദിവസത്തിൻ്റെ രാവിലെ ആയിരുന്നു അത്. അവർ കൊല്ലപ്പെട്ടു അതേ ദിവസം തന്നെ. സുഫിയാൻ ചോദിച്ചു, അവർ രക്തസാക്ഷികളാണോ അവരുടെ ദിവസത്തിൻ്റെ അന്ത്യത്തിൽ? അദ്ദേഹം മറുപടി പറഞ്ഞു, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഹദീസിൽ വന്നിട്ടില്ല. സമയ ജാബിറ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ യഖൂലു ഇസ്തബഹ നാസുൻ الخمر يوم أحد ثم قتلوا شهداء فقيل لسفيان من آخر ذلك اليوم قال ليس هذا فيه. രക്തസാക്ഷിയുടെ മേലിൽ മലക്കുകളുടെ തണൽ, ലില്ലിൽ മലായികതി അല ഷഹീദി. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ വികലമാക്കപ്പെട്ട ശരീരം റസൂൽ സല്ലല്ലാഹു അലൈഹി
വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ചു. അപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ അതിനെ കുത്തിക്കീറി വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ച് കുളവാക്കി. നമ്മൾ ഹംസ റളിയല്ലാഹുവിന് വേണ്ടിയൊക്കെ കഥ കേട്ടിട്ടുണ്ട്. കരൾ പുറത്തെടുത്ത് ഹിന്ദ് റളിയല്ലാഹുവിന അവർ പിന്നീട് മുസ്ലിം ആയിരുന്നു. അവർ ചവച്ചു തിന്നാൻ ശ്രമിച്ചു, പക്ഷെ ഷോ പറ്റാത്തതുകൊണ്ട് അപ്പം തന്നെ തുപ്പിക്കളഞ്ഞതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ ഒരുപാട് പേരെ ശരീരം വികൃതമാക്കിയിരുന്നു. അതിലൊന്നാണ് ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ്. ഞാൻ മുഖത്തുനിന്ന് തുണിയെടുത്ത് മുഖം കാണാൻ ശ്രമിച്ചു, പക്ഷേ സഹാബാക്കൾ എന്നെ തടഞ്ഞു. അവരതിന് സമ്മതിച്ചില്ല, കാരണം കാണാൻ മാത്രം മുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീയുടെ വിലാപക്കരച്ചിൽ, അതായത് ഭർത്താവിനെ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മകനെ നഷ്ടപ്പെട്ടോ, അപ്പോൾ ഉമ്മയോ ഭാര്യയോ ആണ് അങ്ങനെ, അല്ലെങ്കിൽ മകളായിരിക്കും. ഒരു സ്ത്രീ ആ മനുഷ്യൻ്റെ മരണത്തിൽ വിലപിക്കുന്നുണ്ടായിരുന്നു. ഇത് പറയപ്പെടുന്നു ഒന്നുകിൽ അത് അമ്രിൻ്റെ സഹോദരിയാണ് അല്ലെങ്കിൽ മകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവൾ എന്തിനാണ് കരയുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിച്ചത്, കരയരുത്, മലക്കുകൾ അവൻ ഇപ്പോഴും ചിറകുകൊണ്ട് തണലിട്ട് കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ പുതച്ചു നിൽക്കുകയാണ്, കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ അവരെ ചിറകുകൊണ്ട്. അൽ ബുഖാരി സദഖയോട് ചോദിച്ചു, അതിൻ്റെ റിപ്പോർട്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ ആ ഹദീസിൽ എന്തെങ്കിലും ആംഗ്യം ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ കൈകൊണ്ടോ കാലുകൊണ്ടോ എന്തെങ്കിലും കാണിച്ചോ എന്നാണ് ചോദിക്കുന്നത്, അവനെ ഉയർത്തുന്നത് വരെ. അപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട ആൾ പറഞ്ഞു, ജാബിർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതായത് കൈകൊണ്ട് ഇങ്ങനെ മലക്കുകൾ ചിറകുകൊണ്ട് പുതച്ച് നിൽക്കുകയാണ് എന്ന് കാണിക്കുന്നത് പോലെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവാം, ഉറപ്പില്ല. അന്നഹു സമിഅ ജാബിറൻ യഖൂലു ജിഅ ബി അബി ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് മുസ്ല ബിഹി വഉദിയ ബൈന യദൈഹി فذهبت أكشف عن وجهه فنهاني قومي فسمع صوت نائحة فقيل ابنة عمرو أو أخت عمرو فقال لم تبكي أو لا تبكي ما زالت الملائكة تظله بأجنحتها قلت للصدقة أفي حتى رفع قال ربما قاله. ഇതിനു മുമ്പുള്ള ഹദീസിൽ കള്ള് കുടിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നും അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ആളുകൾ, അതായത് വയറ്റിൽ കള്ള് കിടക്കുമ്പോൾ മരിച്ചുപോയി എന്നും, എന്നിട്ട് അവർ രക്തസാക്ഷികളാണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഷഹീദാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഹദീസൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ആ സമയത്ത് കള്ള് നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കള്ള് ഹറാമായിട്ടില്ലാത്തത് കൊണ്ട് അന്ന് രാവിലെ കള്ളൊക്കെ കുടിച്ചത്, നമ്മൾ രാവിലെ ചായ കുടിച്ചിട്ട് പോകുന്ന പോലെ ഇച്ചിരി കള്ളൊക്കെ കുടിച്ച് യുദ്ധം ചെയ്യാൻ പോയാൽ അവർക്ക് അത് കുഴപ്പമില്ല. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.